നമസ്കാരം, എൻ്റെ പേര് സുമിത. എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ഓണം റെസിപ്പിയിൽ സ്പെഷ്യൽ ആയിട്ടുള്ള മസാല കൂട്ടുകറിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഗ്രീൻ പീസും അതേപോലെ കോളിഫ്ലവറും പൊട്ടറ്റോയും വെച്ചിട്ടാണ് ഇത് റെഡിയാക്കുന്നത്. അപ്പം ഇത് ഈസി ആയിട്ട് വീട്ടിൽ എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. സദ്യ സ്റ്റൈലുള്ള കൂട്ടുകറി റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ നമ്മുടെ ഈ കൂട്ടുകറി അല്ലെങ്കിൽ നമ്മുടെ മസാലക്കറിക്ക് വേണ്ടിയിട്ട് പൊട്ടറ്റോയും കോളിഫ്ലവറും അതേപോലെ ഗ്രീൻ പീസാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പൊട്ടറ്റോ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ തോലൊക്കെ കളഞ്ഞ് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിരുന്നതാണ് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. കുറച്ച് കൂടുതൽ വെള്ളം ഇരുന്നു എന്ന് വെച്ച് കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 ഭാഗത്തോളം പൊട്ടറ്റോ വെന്തതിന് ശേഷം നമ്മൾ കോളിഫ്ലവർ ഇട്ടിട്ട് വേവിക്കും. അതേപോലെ തന്നെ വെള്ളം ഊറ്റി കളയാനുള്ളതാണ്. അപ്പൊ ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു 1/4 ഭാഗത്തോളം വേവാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് വേവിച്ചെടുത്തിരുന്നത്. അപ്പോൾ ഒരു ചെറിയ കോളിഫ്ലവർ ആണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഇപ്പൊ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂടി വെച്ചിരുന്നത്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പൊ നമ്മുടെ പൊട്ടറ്റോവും അതേപോലെ തന്നെ കോളിഫ്ലവറും ഒരുപാട് ഉടഞ്ഞ് പോണ രീതിയിലാവരുത്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിൽ വെള്ളമൊക്കെ നമ്മൾ ഊറ്റിക്കളയും. എന്നിട്ട് മസാല റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ ഞാൻ ഊറ്റിക്കളഞ്ഞിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ കോളിഫ്ലവറും അതേപോലെ തന്നെ നമ്മുടെ പൊട്ടറ്റോയും ഊറ്റിയിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കൂടെ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സദ്യക്ക് കിട്ടുന്ന റിയൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ മാത്രം ചെയ്താൽ മതിയാകും. പക്ഷേ സദ്യയുടെ ടേസ്റ്റിൽ കിട്ടുന്നെങ്കിൽ നെയ്യും കൂടി ചേർത്ത് കൊടുത്താലാണ് ആ റിയൽ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നെയ്യും വെളിച്ചെണ്ണയും ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് കടുക് പൊട്ടിക്കാട്ടോ. ഞാനിപ്പോൾ കടുകൊന്നും പൊട്ടിക്കുന്നില്ല. നമ്മൾ ചിക്കന് ഒക്കെ ഉണ്ടാക്കൂല, ആ ഒരു മസാല തന്നെയാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ലോ ഫ്ലെയിമിലാണ് ഈ സമയം ഇട്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ചിലപ്പോൾ മുളക് പെട്ടെന്ന് കരിഞ്ഞു പോവും, അതും ശ്രദ്ധിക്കാം. അപ്പോൾ മുളകൊക്കെ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് സവാളയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് ബ്രൗൺ കളറായി വരണ്ട, നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരയ്ക്കും വഴറ്റിയെടുത്താൽ മതിയാകും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ചെറിയ സവാളയാണ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 6 വെളുത്തുള്ളിയും ചതച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയുടെയും പേസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും. അതേപോലെ പച്ചമുളകിന്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പൊ നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാട്ടോ. അതേപോലെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സോഫ്റ്റ് ആവുന്നത് വരയ്ക്കും നമുക്ക് നല്ല പോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇപ്പോൾ നല്ല പോലെ അങ്ങ് വാടി വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയ്ക്ക് മതിയാകും. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതല്ലെങ്കിൽ ചിലപ്പോൾ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഞാൻ ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ വേവിച്ചപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലപ്പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ എരിവിനും ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരുത്താട്ടോ. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം പെപ്പർ പൗഡർ ആണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മസാലപ്പൊടിയുടെ അളവൊക്കെ ചിലപ്പോൾ ഓരോരുത്തർ ടേസ്റ്റ് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചക്കുത്ത് മാറുന്നത് വരയ്ക്കും നമ്മൾ നല്ല പോലെ ഇത് മൂപ്പിച്ചെടുക്കാം. ഇപ്പൊ ഇതാ നമ്മുടെ മസാലയൊക്കെ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. അതിൽ പച്ചക്കുത്തൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവില് ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ വേവിച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പൊ നമ്മളിങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് വേറെ ഒന്നിനുമല്ല, നമ്മൾ ഇതിലേക്ക് ഇനി പൊട്ടറ്റോവും അതേപോലെ ഗ്രീൻ പീസ് ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ വെജിറ്റബിൾസിലേക്ക് മസാല കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളം ഒഴിച്ചതൊക്കെ ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോളിഫ്ലവറും അതേപോലെ പൊട്ടറ്റോ വേവിച്ചും ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ചെറിയ ബൗളിൽ 1 കപ്പ് അളവിൽ ഞാൻ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിരുന്നതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം ഈ സമയം. അപ്പൊ നേരത്തെ തന്നെ ഞാൻ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിരുന്നതാണ്. ഉണക്ക ഗ്രീൻ പീസ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടെ ഇട്ട് വേവിക്കുകയാണെങ്കിൽ വേവ് വെക്കൂല. അതേപോലെ തന്നെ പൊട്ടറ്റോ ഒക്കെ ഒരുപാട് വെന്തുടഞ്ഞു പോവും. അത് കാരണമാണ് ഞാൻ നേരത്തെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ച് വെച്ചിരുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അഥവാ നിങ്ങൾ പച്ച ഗ്രീൻ പീസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ പൊട്ടറ്റോന്റെ കൂടെ വേവിക്കാട്ടോ. അപ്പൊ നോക്കിയിട്ട് വേവ് ഒക്കെ ഇല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാ വെജിറ്റബിൾസും കുഴഞ്ഞിട്ട് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അവസാനമായിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു 1/4 കപ്പ് അളവിൽ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ടേസ്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ നിർബന്ധമില്ല കേട്ടോ, ഞാനിപ്പോ ചേർത്ത് കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ ഈ സമയം ഉപ്പ് നോക്കാം, ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോ കോളിഫ്ലവർ ചേർത്തല്ലോ, അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സോയാബീൻ ഉണ്ടല്ലോ, അത് നമ്മൾ കുറച്ചു നേരം ചൂടുവെള്ളത്തിലിട്ടിട്ട് വേവിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ നമ്മൾ പൊട്ടറ്റോയും ഗ്രീൻ പീസും സോയാബീനും ആയിട്ട് ഈ ഒരു രീതിയിൽ മസാലക്കറി വെക്കാം. അപ്പൊ കോളിഫ്ലവർ ഒഴിവാക്കാം, അങ്ങനെയും ചെയ്യാട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ വേറൊരു കൂട്ടുകറിയുടെ റെസിപ്പിയായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ കുറച്ച് കറിവേപ്പിലും കൂടി അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഈസി ആയിട്ടുള്ള നമ്മുടെ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത കിഡിലും വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും. ബൈ, താങ്ക് യു.